നരകത്തില് ഞാൻ നോക്കിട്ടാകുമ്പോ അവിടെ ആരെ കണ്ടത്? ആരെ? പെണ്ണുങ്ങളെ. എന്തവിടെ മഹിളാ മീസലാത്തിയ? എന്തവിടെ ആരായോ? ഇവിടുത്തെ പോലെ അവിടെ ഉണ്ടോ മഹിളാ മീസലാത്തി? മഹിളാ മീസലാത്തി അല്ല. അങ്ങ ഒരു 2-3 തപ്പുണ്ടല്ലേ ആണുങ്ങളെ കാട്ടി ഏറാക്കിക്കൊണ്ടുള്ളാർ. ആണുങ്ങളിലും ആ തപ്പുണ്ട്, ആ തെറ്റ്, ആ പൊരുത്തക്കേട്, ആ ചീത്ത, ആ അല്ല ഇഷ്ടപ്പെടാത്ത സ്വഭാവം അത് ആണുങ്ങളിലും ഉണ്ട്. ആയെങ്കിൽ ആണുങ്ങളെ കാട്ടിയ തെല്ല് ഏറെ ആ വിഷയത്തില് മുന്നില് മുന്തുകട പെണ്ണുങ്ങ. ഏതാണ് ആ 2 വിഷയ? ഒന്ന് ശാപം. ശാപം, എല്ലാതുക്കും ശാപം, തൊട്ടതുക്കും പിടിച്ചതുക്കും ശാപം. അതാണുങ്ങും വെക്കാറ്. അവിടെ ഇപ്പൊ ഒരാൾ വെച്ചോണ്ടുണ്ട് ഷാവു മലാമത്ത്, ഇയാൾ നിപ്പാട്ടുമില്ല അടിഞ്ഞിട്ട് പോകുന്നു. അത് ആണുങ്ങളിലും ഉണ്ട്, ഇല്ല എന്നല്ല. മാത്രമല്ല പെണ്ണുങ്ങ തെല്ലി ഏറെ അങ്ങ് എന്തുക്കും ഏതുക്കും ശാപമേ. സ്വബേക്ക് ചായക്ക് പൊടി ഇട്ടിട്ട് ചായ തളക്കത്ത് ലേറ്റായെങ്കിലും ഷാവിന്റെ ചായപ്പൊടി തളക്കാതെ പോവോ? കിടാവ് ജാലിൽ കഴിഞ്ഞിട്ട് കൈ പൊളിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് പാടെ നിന്റെ ഒടുക്കത്തെ വാച്ചൽ നിന്റെ കൈ കാൾ പൊളിഞ്ഞിട്ട് പോവോ? കയ്യെ പൊളിഞ്ഞിട്ട് പാടെ കാളു മോന്തിക്ക് ഇങ്ങനെ നടന്നോണ്ട് കറിയാക്കിയോണ്ട് കറണ്ട് റപ്പ പോയി, സഡൻലി പോയിട്ടാകുമ്പോ മലാമത്ത് ഒടുക്കത്തെ കറണ്ട് ബറാണ്ട് പോവോ? എല്ലാത്തുക്കും ശാപം. നിങ്ങല്ല ഉടുത്ത പെണ്ണുങ്ങല്ല, സാധാരണ പെണ്ണുങ്ങളെ ബായിൽ തെല്ലത് യാറ അതറിയാണ്ട് മണ്ടോ വേണിച്ചിട്ട് ആക്കടല്ലേ. എല്ലാത്തുക്കും ശാപമേ. തുണി ഇട്ടത് ഉണങ്ങിയിട്ടില്ല, നല്ല വെയില് തെല്ല അർജന്റീൻ ടീമക്ക് മംഗളത്തേക്ക് മേന്തിക്ക് എന്തോ ഫോണുണ്ടോ, ഉണങ്ങിയിട്ടേ ഇല്ല. വാഷിംഗ് മെഷീനിലിട്ട് തിരിച്ചിറ് പാട് ജാലിലിട്ട് ഉണങ്ങിയിട്ടേ ഇല്ല. ഈ മക അറസ വന്നിട്ട് ചാവ് ഉണങ്ങാതെ പോവോ? ശാപമേ. ഇത് ആണുങ്ങളിലുണ്ടോ? നിങ്ങൾ ചിരിക്കണ്ട, ബമ്പമാറൊന്നും അല്ല. നിങ്ങളെ കാട്ടിയ തെല്ല് 1% അങ്ങല്ലേറെ. ഒന്നോ. രണ്ടാമത് മാപ്പിളമാരോട് നിങ്ങൾ നല്ലോണം അങ്ങളെ ബേജാറാക്കാറ്. അങ്ങ് എന്ത് കൊണ്ടുവന്ന് കൊടുത്തെങ്കിലും നിങ്ങളെ വായിൽ ഇല്ലല്ല വാട്ടേവോ എല്ലാം കൊണ്ടുവന്ന ഒരു 10-18 ഇത് കൊടുത്തറല്ല ചീട്ട്. സുബൈക്ക് പഞ്ചാര, എള്ള്, പിന്നെ നെയ്ച്ചോറ്, അരി, മോറ്, തൈര്, പിന്നെ ഉണക്കമീൻ, അത് പിന്നെ സമൂസ പട്ടി, പിന്നെ എല്ലാം കൊണ്ടുവന്ന അയാൾ. ഉള്ളമേ 500 റുപ്യ അല്ലെങ്കിൽ 600 റുപ്യ അല്ലേ? അതിൽ അയാൾ എത്ര ഒപ്പിച്ചിട്ട് കൊണ്ടുവന്നത്? എന്താ ചനിക്ക് പൈസ തീരുന്നതാ അല്ല ഇയാൾക്ക് മറുന്നതാ? ഒരു സാമാനം ഇയാൾ കൊണ്ടിട്ടില്ല. ഈമാ ഗോണി ചൊരിച്ചിട്ട് നോക്കുമ്പോ ഉണ്ടായില്ല, ആ ചൊന്നത് മാത്രം ഒന്നില്ല. ഈമക്ക് കണ്ടതേ ആ ഇല്ലാത്തത്. പോ എടുത്ത വായിക്ക് കേട്ടെന്തോന്നേ ഓണില്ലേ കോക്കെ? ഇങ്ങെന്തോ കോക്കെ, ആ ചെറിയ ഒരു വെജിറ്റബിൾ ഇല്ലേ, അവിടെ സദ്ദുമദ്ദെല്ലാം ഉണ്ടല്ലേ. ആയിക്കട്ടെ. ആ കോക്കെ എന്തോ അന്ന് ഭർത്തക്കറി ആക്കോ വേണേ ടീമ ചൊന്നറോ. കോക്കെ കഹാം ഹേ കിധർ ഹേ കോക്കോണ്ടോ? അപ്പൊ ഇയാൾ നെറ്റിക്ക് തെച്ചിട്ട് ഇയാൾ അപ്പൊ ഓർമ്മയോ? അയാളുടെ പൈസ ഉണ്ടോ? 25 രൂപ ബാക്കിയുണ്ട്. ഇയാൾ കൊണ്ടിട്ടി എന്തെല്ലാം അരക്കിള് അങ്ങനെ എടുക്കട്ടി. ഇയാൾക്ക് ഓർമ്മയില്ലാത്ത ഇയാൾ അപ്പം നെറ്റിക്ക് തെച്ചിട്ട് യാ റബ്ബേ നീ കോക്ക ചൊന്തറല്ലേ. അപ്പൊ ഈ ചൊന്തരം എന്തുണ്ടാ നിങ്ങൾ ഈല് മുന്നോള് നാ ചൊന്നത് കൊന്നരാറാ കണ്ട. അപ്പൊ ഇത്തല്ല കൊന്നാറ് 18 സാമാനം കൊണ്ടു ഇയാള് 19ാമത്തത് മറന്നോ? ഈ ഗ്യാസ് റാൻഡ് ഫുള്ളായിട്ടൊന്ന് നിറച്ചിട്ട് കത്തിയോണ്ടുണ്ടു, പിന്നെ ഒന്ന് സൈഡിൽ സ്റ്റോക്ക് ഉണ്ടു. 6 പൈസ കൊടുത്തോ? കിടാവ് 3 ആള് പഠിച്ചോണ്ടുള്ള 6 പീസ് കെട്ടിയോ? മുഞ്ഞാണ്ട് വന്ന കറണ്ടിന്റെ ബില്ല് 2000 രൂപ മാത്രം ബഹുമാനപ്പെട്ട സിദ്ധരാമയ്യ ഫ്രീ ആക്കിയിടോ അല്ലേ? അള്ളാഹു ആയുസ്സും ആരോഗ്യം ഏറ്റി കൊടുക്കട്ടെ. നിങ്ങൾ നട്ട കോൺഗ്രസ് ആക്കണ്ട, ആമീൻ ചൊല്ലോ. അതൊരു ഗുണമേ അല്ലേ? പിന്നെ മുങ്ങിയിട്ട് പോയ സർക്കാരിൽ അങ്ങനത്തെ ഒരു റിയായിറ്റി, അത് വലിയൊരു ഇതന്നല്ലേ? ആ ഒരു ധൈര്യ അത് ആർക്ക് വേണോ? അത് വണ്ടി വൺ അയാളെ നിങ്ങൾ നട്ട കോൺഗ്രസ് ആക്കിയ മോശമില്ല, ഇനി വേറെ എന്താക്കിയ മോശമില്ല. അത് വിടൂർ, അത് സൗകര്യം പോലെ ആക്കാം നിങ്ങൾക്ക് അല്ലേ? ഏതു വട്ട അതൊരു ഗുണമേ. നന്ദിയൊന്നോ അത് കഴിഞ്ഞു. കറണ്ട് ബില്ല് തെല്ലിയാറ് ഏറെ വന്നത് ആര് കെട്ടി? ഇയാളെ കെട്ടി. എല്ലാം കെട്ടിയിട്ട് എല്ലാം ആക്കിയിട്ട് പിടിച്ചിട്ട് ഈ 4-5 മക്ക അത് റബ്ബ ഇയാള്. ഈ നല്ല ചന്തത്തെ പോര അതാക്കിയത് ഇയാള്. ആ വലിയ മോളെ കഷ്ടപ്പെട്ടിട്ട് കടിച്ചിട്ട് ഈ 4-5 മക്ക അത് റബ്ബ ഇയാള്. ഈ നല്ല ചന്തത്തെ പോര അതാക്കിയത് ഇയാള്. ആ വലിയ മോളെ കഷ്ടപ്പെട്ടിട്ട് കടാക്കിയിട്ട് വായിച്ചത് അയാള്. ഇയാള് സ്വബൈന്ന് പിടിച്ചിട്ട് ഇന്നോളം ഇയാൾ. നിങ്ങൾ നോക്കറോ ഞങ്ങളെ പെഞ്ഞായി മക്ക ഇപ്പൊ നണ്ട മക്കമ്മേ അവിടെ ഫാൻ ഇട്ടിട്ട് കട്ടിൽ നല്ല ഉഷാറിലെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുവാറ്, അല്ലെങ്കിൽ ഉറങ്ങിട്ടിക്കുവാറ്, അല്ലെങ്കിൽ എന്തില്ലെങ്കിൽ മുണ്ടോണ്ടിക്കുവാറ്, ഫാൻ തിരിഞ്ഞോണ്ടിക്കോ. ഞങ്ങ ആണുങ്ങ ഇതെല്ലാം അറിഞ്ഞിട്ട് ചൊല്ലെന്തോ
നിങ്ങൾ ഈൽന്ന് മുന്നേ നാ കൊണ്ടു ചൊന്നറാറാ ഞാൻ ചൊന്നത് നിങ്ങൾ കൊണ്ടുവരാറാ നിങ്ങൾ നണ്ടിട്ടൊന്നും ആക്കിറാറാ. ഓ പിന്നെ ഇതെല്ലാം ആരത്? അങ്ങനെ ഒരേ വാക്ക് പറയരുത്. നിങ്ങളിൽ ഞാൻ ഒരു നല്ലതും കണ്ടിട്ടില്ല എന്ന് പറയുന്ന ചില പെണ്ണുങ്ങളുണ്ട്. അങ്ങനെയുള്ള പെണ്ണുങ്ങളെ ലം അറഹുമോ, ഞാനവളെ കാണണ്ട, അല്ലെങ്കിൽ ഞാനവളെ കണ്ടിട്ടില്ല, അവള് കത്തിയാളുന്ന നരകത്തിലാണ്. അതുകൊണ്ട് ഭർത്താക്കന്മാരെ വേദനിപ്പിക്കുന്ന വാക്ക് വരാൻ പാടില്ല. അവരെ സമ്മതമില്ലാതെ പുറത്തു പോകുന്ന റായ ചുറ്റുന്ന പരിപാടി ഉണ്ടാവാൻ പാടില്ല. നിങ്ങളും അങ്ങനെ നാട്ടുകാരിലെല്ലാം കാണുന്നവരിലെല്ലാം ചെക്കന്മാരോടും നാട്ടുകാരോടും റായത്തങ്ങളോട്ടും നല്ല ചമ്പാപ്പ് പോലെ പിരിസ വെച്ചിട്ട് നല്ല ചിരിച്ചിട്ട് സലാമ് ചെന്നിട്ട് മുണ്ടൊരു നിങ്ങ പെഞ്ഞായിരൊട്ട നിങ്ങ ഈ ചെയ്ത്ത പിടിച്ച പോലെ മുണ്ട തീറാ. ചില മാപ്പിളമാരുണ്ടോ പുറത്തുക അങ്ങനത്തെ ഊരികെ അല്ല ഊരികെ ഉപകാരി, ഊരിക ഉപകാരി, ഭയങ്കര എല്ലാത്തുള്ള എന്ത് ചിരി എന്ത് വിഷയ. ഞങ്ങളെ ബ്രോ അല്ല, ഭയങ്കര ഡബിൾ ബ്രോ. ചിരിക്കയും വിഷയവും എല്ലാത്തിലും ഉള്ള 12 റോഡുള്ള സെറ്റാക്കുള്ള പള്ളി റോഡുള്ള റായത്തിൽ ഏത് ജീമസംഘടത്തുകമുള്ള ഏത് നട്ടജാവ് വിളിച്ചങ്ങുള്ള എല്ലാവരോട്ടും നല്ല പെരുമാറ്റം നല്ല വിഷയ. അവൻ നേരെ പോയിട്ട് ആ ബിസ്മില്ല മൻസിലുണ്ടല്ലോ അവൻ്റെ പൊരെ ആ ഗേറ്റ് കടന്നിട്ട് പിന്നെ അവൻ്റെ മീഡേ ചേഞ്ച് ചുട്ട ചെമ്പ് പോലെ ഇഞ്ചി കടത്ത ഇങ്കു തിന്ത മങ്കണത്തെ. ഒരു ചിരിയില്ല, ഒരു പുൽപ്പുര വിഷയില്ല, ഒരു മുഖത്തൊരു സലാമില്ല, ഒരു നല്ലൊരു ഫേസ് ഇല്ല, എന്തുമില്ല. ഭയങ്കര മക്കളുടെ സൈഡായാറ് ഞങ്ങളെ ഹാർട്ട് ബീറ്റല്ല ഡബ 98 ഓണ കാണുമ്പോ പേടിച്ചിട്ട്. ആ സ്വഭാവം എനിക്ക് ഉണ്ടാവാൻ കഴിയ. നല്ല പിരിസത്തിന്റെ ചിരിക്കുന്ന ആ ഒരു സ്വഭാവം. മുസ്തഫായ നബി തങ്ങൾ നോക്കൂ, എത്ര നല്ല സ്വഭാവമാണ്. അള്ളാഹു ഞങ്ങളൊക്കെ നല്ല ഭാര്യ ഭർത്താക്കന്മാരാക്കി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഏറ്റവും നല്ല സംസാരം നീ സംസാരിക്കേണ്ടത്, ഏറ്റവും നല്ല വിഷയം നീ പറയണായത്, ഏറ്റവും നല്ല വടനാട്ട നീ കാണിക്കണായത് നിന്റെ പെഞ്ഞായിയോട്. ഇത് റായത്തോ ഒരു 50 രൂപ കൊടുത്തിട്ട് കൊടുക്കൂ. ബൈക്കിൽ ഓർമ്പത്തേക്കു പെട്രോൾ തീർന്നിട്ട് ഓതവിടെ മേൽവാക്കിയായി. അപ്പൊ ഒരു ചങ്ങാരി വിളിച്ചിട്ട് ഇപ്പൊ വേണ്ടേ വന്ന അവൻ പെട്രോൾ എടുത്തിട്ട് കുറുപ്പുറ കഴിക്കുമ്പോൾ വന്നിട്ട് ബീത്തി കൊണ്ടിരിക്കുമ്പോ ഓന്റെ കയ്യിൽ കൊടുത്തിട്ട് ഓ ഇങ്ങനെ ആ കുപ്പി അവന്റെ കയ്യിൽ നിന്ന് മേങ്ങിട്ട് ബീത്തി കൊണ്ടിരിക്കുമ്പോ ഓ അവന്റെ നോക്കിട്ട് ചൊന്നന്തരം വന്നുണ്ടാ നിന്റെ ഈ ഉപകാര ഞാൻ മരിച്ചെങ്കും മറക്കാലാന്ന്. ശരി, മറക്കോ തീറ, ഒരിക്കലും മറക്കോ തീറ, അത് വലിയൊരു ഉപകാരമേ. നോക്ക ആ പളക്ക ഇത്തരം നാക്കാലം നിനക്ക് ചോറ് ചാറാക്കിട്ട് ബലം വിട്ട് തന്നറല്ലോ ഒരുത്തി. നിന്റെ മുണ്ടു തുണി കിണ്ടൽ കണക്കിന് കളിക്കിട്ട് തന്നറല്ലോ ഒരുത്തി ഔത്തു. നിന്റെ മക്കളെല്ലാം ചോറ് കൊടുത്തിട്ടു കുളിപ്പാട്ടിയിട്ട് ചന്തത്തിൽ ഉറക്കിയിട്ട് സ്വബൈക്ക് എണിപ്പിച്ചിട്ട് എല്ലാ ബച്ചളും ക്ഷീണവും വയറുനമ്പളവും തലനമ്പളവും മാറ്റിയിട്ട് അതെല്ലാം ഇല്ലാത്ത പോലെ ആക്കിയിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു തല പണിയെടുത്തോണ്ടില്ലേ. അവളെ നോക്കിയിട്ട് നീ ഓർക്ക് ചൊന്നേ മാഷാ അല്ലാ, നിന്റെ ഈ പണിയെല്ലാം കാണുമ്പോഴത്തേക്കും നക്ക് വയറൊന്നും അറിയിട്, നക്ക് നിന്റെ ഒട്ടിക്ക് കൂടണമെന്നുണ്ടോ നക്ക് സ്വറവുണ്ടല്ലേ. ആയെങ്കിലും ഇത് മറക്കല, അള്ളാഹു നിക്കൊന്ന് കുറക്കല. ഈ ഒരു പറക്ക നിങ്ങൾ ചൊന്നറാറാ, അത് ചൊല്ല നിങ്ങളെ മനസ്സിലുണ്ടാ ഒന്നു. ഇനി ഏതെങ്കിലും ഒരു മാപ്പിള ചൊന്നു തന്നെ കൂട്ടിക്കോ, പിന്നെ ചെല്ലയും വേണ്ട. ഇങ്ങനത്തെ പെഞ്ഞായെങ്കിൽ പിന്നെ ഓ തുള്ളിയമേ അത് വെച്ചിട്ട് നീ എന്താക്കണ്ട, ചൊല്ലാണ്ടിക്കണ്ട. അങ്ങനെ നല്ല ആ പോന്ന സ്വഭാവമല്ല പോണം. നല്ല റംപിളി 85 പെണ്ണും കൊണ്ടല്ലേ അങ്ങനെ സമാധാനിക്കോ. ഈ ആൾമാർ പറഞ്ഞ ഒരു ടെക്നിക്ക് കിതാബിലേ ഉണ്ടത്. അങ്ങനെ സമാധാനിക്കോ വേണമായിട്ടുള്ളൊരു വാക്കയം തോന്നുന്നുണ്ടാ. അങ്ങനെ നല്ലോണം സമാധാനിപ്പിച്ചിട്ട് നല്ല വാക്ക് ചൊന്നിട്ട് തള്ളി പോതണം. അങ്ങനെ ഉള്ളതേ പോതണോ. അങ്ങനെ എത്ര നന്മ ഉണ്ടോ അത് നീ കാണാത്തോ. നീ പഞ്ചാര കുറഞ്ഞത് മാത്രം എന്താ കണ്ടോ, നീ എന്താ ഉപ്പേറിയത് മാത്രം കണ്ടോ, നീ എന്താ അടിച്ചിട്ട് ആ കാട്ട പോകാത്തത് മാത്രം കണ്ടോ. ബാക്കി എത്ര നന്മ ആ പെണ്ണുങ്ങളിലുണ്ടോ അത് നീ കാണണോ. അതിക്ക് നീ എസ് ചെല്ലണോ, അതിക്ക് നീ ലൈക്ക് അടിക്കണോ, അതിക്ക് നീ അവളെ പോതണോ. നല്ല പെരുമാറ്റം പോണം മക്കളോടും അങ്ങനെ, മക്കളോട് നീ സ്നേഹം പ്രകടിപ്പിക്കണം. പിരസമുണ്ടോ എന്നൊക്കെ നിണ്ടോട്ടെ, പിരസമുണ്ടോ ചൊന്നങ്ങ വയ്യാവേല. പെഞ്ഞായിരൊട്ടായെങ്കിലും മക്കളൊട്ടായെങ്കിലും ആരൊട്ടായെങ്കിലും നിനക്ക് പിരസമുണ്ടോ, അത് എല്ലാവർക്കും ഉണ്ടോ. ഉണ്ടു ചൊന്നിട്ട് മനസ്സുറുൽക വെച്ചങ്ങ മയ്യാവേല. അത് പ്രകടിപ്പിക്കണോ, അത് പുറത്തേക്ക് കാട്ടണോ. പിരസാർക്കില്ലാത്ത
പിരിസ എല്ലാവർക്കും ഉണ്ട്. പൂച്ചന്റെ കുഞ്ഞിരൊട്ട പൂച്ചക്കും പിരിസമുണ്ട്. ആടര കുട്ടിയൊട്ട ആടുക്കും പിരിസമുണ്ട്. പക്ഷെ അങ്ങനെ പിരിസുകൊണ്ട് ചൊന്ന പിരിസ കാട്ടണം ഞങ്ങൾ. അവിടെ അടുപ്പറോട് പോയിട്ട് ഓലൊട്ടിക്ക് കൂടിയിട്ട് അവരുടെ തമാശ കുസാളെല്ലാം ഉണ്ടോന്നത്തിൽ മക്കളൊട്ട് അങ്ങനെ മക്കളെ കാണുമ്പോൾ പിരിസെല്ലാം കാട്ടിയിട്ട് അങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് മടിയിൽ ദൈപ്പാട്ടിയിട്ട് തലെല്ലാം പൂഞ്ഞിട്ട് അങ്ങനെ സലാമെല്ലാം ചൊന്നിട്ടു, അങ്ങനെ കൈയെല്ലാം ഞെക്കിയിട്ട് കവിളിൽ ഉമ്മെല്ലാം കൊടുത്തിട്ടു. ഫാത്തിമ റളിയല്ലാഹു പറഞ്ഞ അങ്ങനല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് യുദ്ധത്തിന് പോയി വന്നാലും, ഏത് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് വന്നാലും, ഏത് കാര്യക്രമത്തേക്ക് പോയിട്ട് റിട്ടേൺ വന്നാലും ഹബീബായ നബി തങ്ങൾ മംഗലാവോടത്തോളം എൻ്റെ രണ്ട് കവിളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മ തരുമായിരുന്നു. നബി തങ്ങൾ മുത്തുമായിരുന്നു. എൻ്റെ മോള് ഫാത്തിമ എന്നിങ്ങനെ ചുംബിക്കുമായിരുന്നു കവിളില്. എന്തിനുണ്ടല്ലേ ഇത് കെപ്പൻ ചൊന്നങ്ങ് ബോളല്ലേ, കെപ്പ ഒരു ഏക്കാരം ഉണ്ടല്ലേ, കെപ്പ. ഫാത്തിമ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ മംഗലാവോടത്തോളം നബി തങ്ങ എന്നെ എപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ മുത്തും. മംഗലായ പിന്നെ അലിയാറ് തങ്ങൾക്ക് ഞാൻ പുതുനാട്ടിയായിട്ട് പോയ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പ കാണുമ്പോൾ എൻ്റെ നെറ്റിയിൽ മുത്തും. മംഗലായ പിന്നെ ഊടക്ക് മുത്തിക്കൊണ്ടേയിരിക്കും. നബി തങ്ങൾ എപ്പോഴും എന്നെ സ്നേഹിക്കും. അതേപോലെ ഞങ്ങളും പോണോ, മക്കളെ അടുത്താക്കണോ, അങ്ങളിൽ നല്ല പിരിസത്തിന്റെ പളക്ക് ചൊല്ലണോ, അങ്ങളെ ഒരിക്കലും ചോറാക്കോ തീറ, അങ്ങളെ കാണുന്ന ഹട്ടമാരി തണ തുണ്ടത്തണ അതിനെ ബെൽതാക്കിയിട്ട് ബെല്ല് ആന കുതിരാക്കിയിട്ട് വെക്കോ തീറ. അതിന് സപ്പോർട്ടായിട്ട് ഇതാക്കിയിട്ട് ചെറുതാക്കിയിട്ട് ആയി മോണ ആയതല്ലായി അപ്പുറപ്പുറല്ലായി ചെറുതല്ല നീ സാരല്ല പൊട്ടു ചെന്നിട്ട് സമാധാനിപ്പിച്ചിട്ട്. ഇത് കേൾക്കുമ്പോ വലക്ക പോലത്തെ മൊബൈൽ കൊടുക്കറല്ല. ഇനി മൊബൈൽ കയ്യിലുണ്ടെന്ന് തന്നെ വെച്ചോ, റാപ്പക്കാന്ന് പോയിട്ട് മേങ്ങരല്ല. എപ്പോ നോക്കി നിന്റെ കയ്യിൽ മൊബൈൽ ഷാവു സൈത്താം അങ്ങനെ ഇങ്ങനെ അങ്ങനെ മേങ്ങണായതല്ല. ഏതായാലും മൊബൈൽ കിടവ് കയ്യിലെടുത്ത നല്ല ജാഗ്രത വേണോ. നണ്ടറായത്ത് അവിടെ ഞാൻ പേര് ചൊല്ലില്ല, നണ്ടറായത്ത് നണ്ട ഉത്തര അവിടെ തെല്ലപ്പുറം ഒരു കിടാവും ഞാൻ മരിച്ചു. ഒരു 10.8 ആസ്പത്രിയിൽ നിന്ന് മരിച്ചിട്ട് റിപ്പോർട്ട് വന്നെന്തോണ്ടാ മൊബൈലിന്റെ റേഡിയേഷൻ അടിച്ചിട്ട് ക്യാൻസർ ആയത്. ബക്കറത്തെല്ല കിടാവത്തെല്ലാം മൊബൈല് അപ്പുറപ്പുറ അങ്ങനെ ഇപ്പൊ എല്ലാവരും സാധാരണ അങ്ങനെ ഇപ്പൊ കുറെ ഉണ്ടല്ലോ അങ്ങനെ. അള്ളാഹു കാക്കട്ട്, അള്ളാഹു ഞങ്ങളെ മക്കളെ കാക്കട്ട്. എത്ര കണ്ട് ഞങ്ങൾക്ക് സൗകര്യ ആയി അത്ര കണ്ട് അള്ളാഹു ലോകത്തേക്ക് ആഫത്തും ഇറക്കിയ. സൗകര്യവും ഫെസിലിറ്റി എല്ലാം കൂടുമ്പോ അത്ര തന്നെ പരീക്ഷണങ്ങളും ഉപദ്രവങ്ങളും അള്ളാഹു ലോകത്തേക്ക് ഇറക്കി. ആ മക്കള് മൊബൈൽ യൂസാക്കുമ്പോ ജാഗ്രത നല്ലോണം ആവശ്യത്തിനാക്ക്. മൊബൈൽ പോകണം, മൊബൈലിൽ ഉപകാരം ഉണ്ടോ ഇല്ല എന്നല്ല, മാത്രമല്ല ഞങ്ങൾ ഉപകാരം എടുക്കുന്നേ ഇല്ലല്ലേ, ഞങ്ങൾ ഉപദ്രവമേ അല്ലേ നോക്കറോ. എനിക്കിടാവിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ മെല്ലെ പോയിട്ട് ആയും മോരിക്കത്താ നീ ഇത്ര നേരം നോക്കിയല്ലോ ഒരു കഥ ജസ്റ്റ് ഒരു വിളിച്ച് തണ്ടുമ്മ ഇപ്പൊ തീർന്നിട്ടില്ല ആയും ഒരു 5 മിനിറ്റ് ഞാൻ ജസ്റ്റ് നീ ഇത്ര തണ്ടുമ്മ അങ്ങനെ കേട്ടം കൊണ്ടല്ലേ ഏത് കിടാവും തുറക്കും. ഇത് പോയിട്ട് വാണ്ടി ചുണ്ട് കൂത്തിയിട്ട് മൊബൈൽ പിടിച്ച് പാക്കിയിട്ട് പിന്നെ ഈ കിടാവ് എപ്പം നല്ലാന്നേ. ഒരിക്കലും ബാപ്പ ഉമ്മാന്റെ ബായിലുണ്ടല്ലേ മക്കൾക്ക് സല്ലാണ്ട് കേൾക്കോ തീരാ, അത് അവനക്ക് ഒരു ഷാപ്പായിട്ട് വരൂ എന്ന് മുസ്തഫായ റസൂലുള്ളാഹ്. ജാഗ്രത, നല്ലോണം ജാഗ്രത. അള്ളാഹു താല ഞങ്ങളെ മക്കളെ നന്നാക്കി തരട്ടെ, സാലിഹ്യങ്ങളായ മക്കളെ തന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉമ്മമാരെ, സഹോദരിമാരെ, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിൽ ഈ പെണ്ണുങ്ങൾ കൂടിയത് ഒന്നവരാ പിന്നെ ശാപത്തിന്റെ സ്വഭാവ, പിന്നെ ഒന്ന് മാപ്പിളമാറൊട്ടാങ്ങ പെരുമാറുന്ന സ്വഭാവ, ഒരു പിരിസപ്പാടില്ലാത്ത സ്വഭാവ. അതുകൊണ്ടാണ് അവർ നരകത്തിൽ കൂടുപോയി.